രാവിലെ കറി വയ്ക്കാൻ വേണ്ടി പരിപ്പ് കഴുകുകയാണ് കേട്ടോ. അപ്പം ഇന്ന് പരിപ്പും മുരിങ്ങക്കായും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് ആദ്യം കഴുകി അടുപ്പത്ത് വെച്ചു. പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ചീര ഉപ്പേരി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചീരയും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി വയ്ക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചീരപ്പേരിയും പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചീര അരിഞ്ഞ് വന്നിട്ട് അതിന് ശേഷം അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പേരിക്ക് പച്ചമുളകും സവാളയും അരിഞ്ഞു. എന്നിട്ട് അത് അപ്പോഴാണ് ഇങ്ങനെ തോട്ടിൽ താറാവുകളും മരത്ത് ഇങ്ങനെ തോടാണ്, അപ്പോൾ അതിൽ താറാവുകൾ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഴി അത് കണ്ടപ്പോൾ അവൾ അമ്മയെ താറാവ് വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാനത് പോയിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ വിറ്റങ്ങൾ നല്ല കലങ്ങിയ വെള്ളമാണ്, വെള്ളം വിട്ടിട്ടേ ഉള്ളൂ. തോട്ടത്ത് കനാലാണ് അപ്പുറത്തൊക്കെ. അപ്പോൾ കനാലിൽ വെള്ളം വിട്ടപ്പോൾ തോട്ടിലേക്ക് നല്ല വെള്ളം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് നോക്കി പോയിട്ടുള്ള കളിയൊക്കെ അത് കഴിഞ്ഞ് അവൻ്റെ കയറിപ്പോയി. അപ്പോൾ ഞാൻ ഇവൾക്ക് ഇങ്ങനെ ടി വി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അവൾക്ക് എന്നാൽ കുറച്ച് നേരം അവിടെ അത് കണ്ടുകൊണ്ടിരുന്നുള്ളൂ. അതായിട്ട് ഞാൻ ചോറ് വന്നിട്ട് ഊറ്റി വെച്ചു. ഇനി ചോറ് അടുപ്പത്താണ് വയ്ക്കുക. അപ്പോൾ അത് ഊറ്റിയിടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കാനുള്ളത് നോക്കുകയാണ് കേട്ടോ. ഉപ്പേരി വയ്ക്കാൻ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് അത് നല്ല ഉപ്പിട്ട് നന്നായി ഒന്ന് വഴറ്റി നന്നായി വെന്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കശക്കി എടുക്കും. അല്ലാണ്ടും ചീര മുട്ട ഇല്ലാണ്ടും ഉപ്പേരി വയ്ക്കാം. ഇവിടെ എല്ലാവർക്കും മുട്ട ഇട്ടിട്ട് ചീര വയ്ക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുട്ട ഇട്ടിട്ടാണ് ചീര വയ്ക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. ചക്കക്കുരു ഇവിടെ ചക്ക പൊതുവെ കമ്മിയായിട്ട്, ഞങ്ങൾക്ക് കുറച്ച് ചക്ക ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ ചക്ക ഇല്ല. അപ്പോൾ ചക്കക്കുരു എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങൾക്ക് അധികം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏട്ടൻ നല്ല ഇഷ്ടമാണ് ചക്കക്കുരു ഇട്ടിട്ടുള്ള കറി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചക്കക്കുരു മുരിങ്ങക്കായും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നാൽ ഞാൻ അടുപ്പിൽ കറി വയ്ക്കാൻ വിചാരിച്ചു. എപ്പോഴും നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത്. അപ്പോൾ ഒന്ന് അടുപ്പിൽ വയ്ക്കാം. കുക്കറിലാകുമ്പോൾ മുരിങ്ങക്കായും എല്ലാം പാടെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതാണെങ്കിൽ വേറെ വേറെ കഷ്ണം കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ പരിപ്പ് വേവിച്ചിട്ട് അടുപ്പിൽ കഷ്ണങ്ങൾ വേവിച്ചു. എന്നിട്ട് അതിലേക്ക് ഈ പരിപ്പ് ഇടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അത് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഒന്ന് വറുത്തിട്ട് ഇട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മിഴി എന്താ കഴിക്കാത്തത് വെച്ചാൽ അവൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് പൊതുവേ ഭക്ഷണം കഴിക്കുന്നത് ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറേ നിർബന്ധിക്കുന്നൊക്കെ ഉണ്ട് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടാന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് അവളുടെ സ്നേഹപ്രകടനമാണ് ഇത് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ കനാലിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് നേരം അവളെ ഏട്ടന്മാർ കുളിക്കുന്നത് അവിടെ പോയി നോക്കിയിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്കൊരു രസമാവുമല്ലോ. പക്ഷെ നല്ല വെള്ളമാണ്, അവൾക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം അവരെ കളിയൊക്കെ പോയി നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അടിച്ച് തുടക്കുകയാണ്.